ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അവൻ്റെ മൊബൈൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പുള്ളിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. ആ അപ്ഡേറ്റ് വളരെ രസമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ്, ഇപ്പോൾ ചെയ്ത അപ്ഡേറ്റ് ഒഴിവാക്കി പഴയ വേർഷനിൽ തന്നെ കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മുടെ മൊബൈലിൽ എല്ലാവർക്കും ഏകദേശമുള്ള പുതിയ മൊബൈലിൽ എല്ലാവർക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് വരുന്നുണ്ടാവും. അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സുകൾ കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ പുതിയ വേർഷനിലേക്കോ എന്തൊക്കെ നമ്മൾ ആലോചിച്ച്, അല്ലെങ്കിൽ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ളതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ ഫോണിന് ചെറിയ പ്രോബ്ലംസുകളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് അതിലുള്ള ഫീച്ചേഴ്സുകൾ പഴയ വേർഷനെക്കാട്ടി പുതിയ വേർഷൻ അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നുകയില്ല. ചിലപ്പോൾ ബാറ്ററി ബാക്കപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം ബാറ്ററി ബാക്കപ്പിന് പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ റേഞ്ചിന്, സിഗ്നലിന് എന്ന് വേണ്ട നമ്മുടെ മുകളിൽ ചെറിയ ചെറിയ ബഗ്സുകളൊക്കെ വരാനുള്ള, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബഗ്സുകൾ, ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ വരാനുള്ള ചാൻസും. ചിലപ്പോൾ ആപ്ലിക്കേഷനുകൾ പ്രോപ്പറായിട്ട് വർക്കാവാതെ വരും, ബാറ്ററി ബാക്കപ്പ് കിട്ടാതെ വരും, മൊബൈൽ കൂടുതൽ ചൂടാവുന്നതായിട്ട് തോന്നലുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിക്കും, പഴയ വേർഷൻ തന്നെയാണ് ഇന്നും നല്ലത്, അല്ലെങ്കിൽ പഴയ അപ്ഡേറ്റ് തന്നെയായിരുന്നു നല്ലത്, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ പലയിടത്തും ചോദിക്കാറുണ്ട്, പഴയതിലേക്ക് മാറാൻ വല്ല ചാൻസും ഉണ്ടോ, ഏതെങ്കിലും രീതിയിൽ പഴയതിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ എങ്ങനെ നമുക്ക് പഴയ രീതിയിൽ, പഴയ വേർഷനിലേക്ക് അല്ലെങ്കിൽ പഴയ ബേസ് വേർഷനിലേക്ക് തന്നെ എങ്ങനെ മാറാം എന്ന് പറയാൻ പോകുന്നത്. പഴയ അപ്ഡേഷനിലേക്ക്, പഴയ രീതിയിലേക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്ത ഫോണുകൾ പഴയ രീതിയിലേക്ക് തന്നെ അപ്ഡേറ്റിംഗ് ഒഴിവാക്കി പഴയ രീതിയിലേക്ക് തന്നെ പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നോർമലി സാധാരണഗതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ വളരെ എളുപ്പമല്ല ഡീഗ്രേഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ താഴോട്ട് പോകാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റേതൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, തീർന്നു, അപ്ഡേറ്റ് ആയി കഴിഞ്ഞു, മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആകുമ്പോഴത്തേക്കും അപ്ഡേറ്റിംഗ് കഴിഞ്ഞു. എന്നാൽ ഡീഗ്രേഡ് ചെയ്യുക, താഴോട്ട് പോകുക, അപ്ഗ്രേഡിനെക്കാട്ടി ഡീഗ്രേഡ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. നോർമലി ചെയ്യാൻ സാധിക്കും, നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റുക എന്ന് തന്നെ, മാറ്റുകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് പഴയ വേർഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ പുതിയ അപ്ഡേറ്റിംഗ് ഒഴിവാക്കിക്കൊണ്ട്, ആ പുതിയ അപ്ഡേറ്റിങ്ങിലുള്ള നമ്മുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പഴയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്, ആ ഷോപ്പിൽ കൊടുത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പഴയ ബേസ് വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക തന്നെ വേണം. അങ്ങനെ പുതിയ വേർഷൻ വൈപ്പ് ചെയ്ത് കളഞ്ഞ് പഴയ വേർഷനിലേക്ക് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേർഷൻ താഴോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് ഫയലുകൾ നമുക്ക് നീക്കം ചെയ്യാൻ, നമ്മുടെ ഫോണിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സംശയം ഒരുപാട് പേർ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.